പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവവചനത്തിൽ ശരണപ്പെടുന്നു. ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്നാണ്. സ്തോത്രം. കർത്താവിനെ പിൻപറ്റി കർത്താവിൻ്റെ വഴികളിൽ ജീവിക്കുന്ന തൻ്റെ ജനത്തിന് ദൈവത്തിൽ നിന്ന് ശിക്ഷയില്ല എന്നാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്. കാരണം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും ഒരു കടമയാണ്. മാത്രമല്ല, യേശു ക്രിസ്തുവിൽ ശിക്ഷ, നാം അനുഭവിക്കേണ്ട ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തു. കാൽവറിയിലെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തതുകൊണ്ട് നമുക്കിനി പാവത്തിൽ നിന്ന് ശിക്ഷ ദൈവം സ്വയം ഏറ്റെടുത്തതുകൊണ്ട് നമ്മെ വിടുവിച്ചിരിക്കുകയാണ്. ആധുനിക മനുഷ്യൻ ദൈവത്തിൻ്റെ വഴികൾ അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സുവിശേഷങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന അനേകരെ ഈ ലോകത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല, ക്രിസ്തീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ആത്മീയ പ്രസ്ഥാനം ഉറങ്ങുന്ന സിംഹമെന്നാണ് ചരിത്രക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവരെ ഉറങ്ങുന്ന സിംഹത്തെ ഉണർത്തിയാൽ സിംഹം അലറി വരുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മണ്ഡലത്തിൽ തൊട്ട് കളിച്ചാൽ ദൈവം എഴുന്നേൽക്കുമെന്നാണ് അതിൻ്റെ യാഥാർത്ഥമായ പശ്ചാത്തലമെന്ന് പറയുന്നത്. പെന്തിക്കോസ്ത് പ്രസ്ഥാനം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് വില പോകില്ല. മാത്രമല്ല, ഈ ക്രിസ്തീയ പ്രസ്ഥാനത്തോട് കൂറ് കാണിക്കുകയും ചേർന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അതിനെ ആത്മാവിനെ തൊട്ട് ഗണിച്ചു കൊണ്ടുപോകുന്നതാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിന് ആരെങ്കിലും എന്തെങ്കിലും അവിടെ ഇവിടെ എതിരായി പറയുന്നെങ്കിൽ അത് അവിടെ നിന്ന് പറയാനേ പറ്റും, വില പോകില്ല. കേവലം അക്ഷരങ്ങളിൽ നിന്ന് പ്രതിശോധിക്കുന്ന ക്രിസ്തുവിനായി അതൊന്നും ദൈവസന്നിധിയിൽ വില പോകില്ല. കാരണം ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അക്ഷരത്തിലല്ല, മറിച്ച് ആത്മാവിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് അയ്യോ എന്ന് വിളിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല.
പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ആരെങ്കിലും തല്ലി തകർക്കുവാൻ നോക്കുന്നെങ്കിൽ അതൊരിക്കലും വിലപ്പോകില്ല എന്നാണ് ദൈവം വിളിച്ചു പറയുന്നത്. സുവിശേഷങ്ങളും സുവിശേഷത്തിൻ്റെ പ്രവർത്തനങ്ങളും ദൈവിക മണ്ഡലങ്ങൾ പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. അറിയുന്നവർ ആരും എതിർക്കില്ല. അതായത് സുവിശേഷത്തെയും ദൈവവചനത്തെയും കേൾക്കുകയും അതറിയുകയും ചെയ്യുന്നവർ എതിർക്കില്ല. അറിയാത്തവരാണ് സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പലർക്ക് അജ്ഞതയായിരിക്കുന്നത് കൊണ്ടാണ് വായി വരുന്നതൊക്കെ സുവിശേഷത്തിന് വിരോധമായി വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ജീവിതം സുവിശേഷത്തിന് വിരോധമായി നിന്ന് പാഴാക്കി കളയാതെ സുവിശേഷത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നതാണ് എന്നിൽ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് വേണ്ടത്. ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ എവിടെ നിന്നാണ് ഉടലെടുത്തത്? അത് ഇന്നും തീ പോലെ ക്ലാവി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അണയ്ക്കുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ സുവിശേഷത്തിന് പിശാചെതിരാണ്. പിശാചിൻ്റെ മണ്ഡലങ്ങളെ ഇടിച്ച് തകർത്തുകൊണ്ട് യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് സുവിശേഷത്തെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവം എന്ന് പറയുന്നത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവമാണ്. എൻ്റെയും നിൻ്റെയും സൃഷ്ടികർത്താവാണ് കർത്താവായ യേശുക്രിസ്തു. അങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുകയും അറിയുകയും ചെയ്യുന്നത്. ദൈവം സ്വയംഭൂവായ ദൈവമാണ്, സർവശക്തനാണ്. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ അമർന്നാൽ ആർക്കും നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെ എതിർത്തവർക്കൊക്കെയും പണി കിട്ടിയിട്ടുണ്ട്. മിണ്ടാതിരുന്ന ദൈവം ആരാന്നറിയുവിൻ. കാരണം ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് പലരും ആദ്യ നൂറ്റാണ്ടുകളിൽ അറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളില് ദൈവത്തിൻ്റെ ആരാധന തുടങ്ങി അന്ന് ഇന്ന് വരെയും ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. ഇതിനെതിരായി നിന്നവർ രാജാക്കന്മാർ എഴുന്നേറ്റായിരുന്നു, നേതാക്കന്മാർ എഴുന്നേറ്റിരുന്നു, പണ്ഡിതന്മാർ എഴുന്നേറ്റിരുന്നു, മതപണ്ഡിതന്മാർ എഴുന്നേറ്റിരുന്നു. എന്തിനു പറയാൻ, ലോകത്തിലെ അനേക അധികാരങ്ങൾ എഴുന്നേറ്റിരുന്നു. അവരൊക്കെ ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ സുവിശേഷം ഇന്നുമുണ്ട്. അത് എത്രയോ തലമുറകൾ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാമോ? ഇതിനെ അടയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. വിശ്വസിക്കുന്നവർ അവർ വിശ്വസിച്ചോട്ടെ. ദൈവത്തെ വിശ്വസിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് ലോകത്തിൽ ഏത് മനുഷ്യനും. ഈ സുവിശേഷ പ്രവർത്തനം മതമാറ്റമല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൈവസ്നേഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. അനേകര് ഇതിൽ വിശ്വസിച്ച് പലരും മനുഷ്യരായി തീർന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു സാക്ഷ്യം ഞാനിങ്ങനെ കേട്ടു. ഇപ്പോൾ അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹം പറയുന്നത്, പണ്ട് ഞാൻ പലരെ അടിക്കുകയും
പലർക്ക് വിരോധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ആരെയും ദ്രോഹിക്കാതെ ഞാൻ ഇന്ന് ജീവിക്കുന്നു. ഇപ്പോഴും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പലരും എൻ്റെ അരികിൽ വന്ന് ഭീഷണിയിൽ മുഴക്കിയിട്ടുണ്ട്. അദ്ദേഹം അവരോട് പറഞ്ഞിങ്ങനെയാണ്, ഞാൻ മിണ്ടാതിരിക്കുന്നതും ഞാൻ വിനയത്തോടിരിക്കുന്നത് എന്താണെന്നറിയാവോ? പണ്ട് ഞാൻ നിങ്ങളെപ്പോലുള്ളവരായിരുന്നു. നിങ്ങൾ ഇതിന് വിരോധം അടിക്കാൻ വഴക്കുറയാൻ വന്നതല്ലയോ? പണ്ട് ഞാൻ ഇതിനു വേണ്ടി എതിരായി പ്രവർത്തിച്ച ഒരാളായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതൊന്നും പോകുന്നില്ല. ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു ചെള്ള കാണിച്ചാൽ അടിച്ചാൽ മറു ചെള്ളയും കൂടെ ഞാൻ കാണിച്ചു തരുമെന്ന് ആ സുവിശേഷകൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ വലിയ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം അദ്ദേഹം ഇപ്പം ആർക്കും ഒരു ദ്രോഹിയായി അല്ല ജീവിക്കുന്ന. അദ്ദേഹം ഇപ്പം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അദ്ദേഹത്തിന് കഴിയാവുന്ന നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വതന്ത്രം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറ്റിമറിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം. അടിയുടെയും വിദ്വേഷത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും സാക്ഷ്യങ്ങൾക്ക് വേണ്ടിയും രാജ്യങ്ങൾക്ക് എതിരായി നിന്നുകൊണ്ടും പ്രവർത്തിക്കുന്നതല്ല സുവിശേഷം. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോക മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുകൂലമായ ജീവിതം കെട്ടപ്പെടുത്തേണ്ടതിന് മനുഷ്യനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷത്തിൻ്റെ നൽമണി വീഴുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഏത് അവസ്ഥയിരിക്കുന്നവനാന്ന് പറഞ്ഞാലും രൂപാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം അവന് കുളിരായി മാറും. ഇതാണ് സുവിശേഷം. ചിലർ വിചാരിക്കുന്നത് പെന്തിക്കോസ്തുകാർ തിരിച്ചടിക്കാത്തത് കൊണ്ട് എന്തും പറയാമെന്നുള്ളതായിരിക്കും. പണിപാളും. ജീവിക്കുന്ന മാർഗമല്ല സുവിശേഷം. ജീവിതമാർഗമല്ല സുവിശേഷം. ക്രിസ്തുവിനോട് ജീവിക്കുന്നതാണ് സുവിശേഷം. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ വേദവചനത്തിലുണ്ട്. അതിൽ നിന്ന് ജീവിക്കുന്നതാണ് സുവിശേഷം. നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, എതിരുകളുണ്ട്, പ്രതികൂലമുണ്ട്, പ്രതിഘട്ടമുണ്ട്. ഇതൊക്കെ ഭൂമിയിൽ സുവിശേഷത്തിന് വിരോധമായി ഉണ്ട് എങ്കിലും അതൊക്കെ കഴിഞ്ഞു പോകും. ദൈവമാണ് സുവിശേഷത്തെയും തൻ്റെ ജനത്തെയും നിർത്തി ഹല്ലേലൂയ മാനിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് വിടുതലുണ്ട്. അനേക തെറ്റായ രീതിയിൽ ജീവിച്ചവരൊക്കെയും ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് നല്ല മനുഷ്യരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ മോശമായി ചിന്തിക്കട്ടെ. അവർ ഹല്ലേലൂയ അവരുടെ കഴിവനുസരിച്ച്, ബുദ്ധി അനുസരിച്ച്, അറിവിനനുസരിച്ച് എളിമയോടെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർക്കും മൗലിക അവകാശങ്ങളൊന്നുമില്ല. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനും മറ്റുള്ളവരെ ആക്രമിക്കുവാനും മറ്റുള്ളവരെ ദ്രോഹിക്കുവാനൊന്നും ആർക്കും ഭൂമിയിൽ അധികാരം കൊടുത്തിട്ടില്ല. ആർക്കും ഒരു സമുദായത്തിനും കൊടുത്തിട്ടില്ല. അജ്ഞാതയുടെ അറിവുകേടിൻ്റെ അനുഭവങ്ങളിൽ മനുഷ്യൻ പലവിധം അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ്? പ്രതികാരം എനിക്കുള്ളത്, യഹോവ പ്രതികാരം ചെയ്യും. ദൈവമാണ് പ്രതികാരത്തിൻ്റെ ദൈവം. ദൈവം ഹല്ലേലൂയ അവൻ്റെ കരുണയുടെ ബലത്തിൽ നാം ഹല്ലേലൂയ താഴ്മയോടെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതാണ് സുവിശേഷം. സഹോദരൻ, ഒരിക്കൽ ഹല്ലേലൂയ സ്തോത്രം,
സ്വതന്ത്രം ഒരു നരഭോജിയും സായിപ്പന്മാരും ഇങ്ങനെ ഒരു കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നരഭോജി എന്ന് പറഞ്ഞാൽ നേരത്തെ അദ്ദേഹം നരഭോജി ആയിരുന്നു. അദ്ദേഹം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സായിപ്പ് പറഞ്ഞു, വേറെ ജോലിയില്ലേ ഈ ബൈബിൾ വായിപ്പാൻ? ആ നരഭോജി ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട്, ഈ ബൈബിള് ഞാൻ വായിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, സായിപ്പേ ഇന്ന് നീ എൻ്റെ കൂടെ ഇരിക്കുന്നില്ലയോ, ഞാൻ നിന്നെ വറുത്ത് തിന്നേനെ എന്ന് പറഞ്ഞാൽ ഈ നരഭോജി മാനസാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം നരഭോജിയുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ അലയടിച്ചു. അതുകൊണ്ട് ആ നരഭോജി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നു. സായിപ്പ് അത് കേട്ട് അന്തം വിട്ടുപോയി. കാരണം കൊന്ന് സായിപ്പിനെ വറുത്ത് തിന്നുമെന്ന് ഈ നരഭോജി പറഞ്ഞു. കാരണം നേരത്തെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ആ നരഭോജി മാനസാന്തരപ്പെട്ടതുകൊണ്ട് അദ്ദേഹം തെറ്റാണെന്നറിഞ്ഞു. അപ്പോൾ ഈ സായിപ്പ് കേട്ടപ്പോൾ സായിപ്പ് ഞെട്ടിപ്പോയി. അപ്പോൾ സായിപ്പും യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. നരഭോജിയെ മനുഷ്യനാക്കുന്ന ദൈവസ്നേഹം, കൊലപാതകിയെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റുന്ന സുവിശേഷം, തിരുപ്രവാദിയെ മനുഷ്യനാക്കി മാറ്റുന്ന സുവിശേഷം, മതപണ്ഡിതന്മാരെ മനുഷ്യനാക്കി മാറ്റുന്ന സുവിശേഷം. ലോകത്തിൽ സുവിശേഷത്തിൻ്റെ ദീപം അണഞ്ഞിട്ടില്ല. ഇതിനെ അണയ്ക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ആരെങ്കിലും അവൻ അണയ്ക്കാൻ നോക്കുന്നെങ്കിൽ വെറും വിട്ടിത്തരമാണ്, വെറും പോഷത്വമാണ്. കാരണം ദൈവത്തിൻ്റെ ദീപം, സുവിശേഷത്തിൻ്റെ ദീപം എന്ന് കത്തി തുടങ്ങി ഇന്നും അതണയാതെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ അവിടെ യേശു വരുമ്പോൾ ദൈവിക സ്നേഹവും ദൈവത്തിൻ്റെ ആദരവുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സുവിശേഷത്തിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കുതിര മേളിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സുവിശേഷങ്ങൾ പറയുന്നവരെ വീടുകളിൽ കയറി അധികാരങ്ങൾ നടത്തി പ്രാർത്ഥിക്കുന്നവരെ വിലക്കി വലിച്ചേക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം കുതിരയ്ക്കകത്തൂടെ ഇങ്ങനെ കീറിപ്പാഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടായി. ഒറ്റയടിക്ക് കുതിരയുടെ മേളിൽ നിന്ന് താഴെ വീണു കണ്ണ് കാണാൻ വയ്യാത്തവനായി മാറി. കണ്ണിലാ ദൈവം അടിച്ചത്. പിന്നീട് ഹല്ലേലൂയ ആ സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പ്രൈസലാമേ ഹല്ലേലൂയ, ശൗലേ ശൗലേ പ്രൈസലോ ഹല്ലേലൂയ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. കാരണം സഭാമണ്ഡലങ്ങളിൽ കടന്നു ചെന്ന് മനുഷ്യൻ വിശ്വസിച്ചിരിക്കുന്ന യേശുവിനെ അവരെ ഒക്കെ ഉപദ്രവിച്ചത് അവരെ അല്ല, യേശുവിനെയാണ് ഉപദ്രവിച്ചതെന്ന് യേശു ഈ ശൗലിനോട് അല്ലെങ്കിൽ പൗലോസിനോട് വിളിച്ചു പറഞ്ഞു. പൗലോസ് പോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് മാനസാന്തരപ്പെട്ട് പിന്നീട് സുവിശേഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കാനിടയായി തീർന്നു. ആരെതിർക്കുന്നു, ആര് പ്രതികൂലമായി നിൽക്കുന്നു, ആരിതിനായി സംസാരിക്കുന്നു, അവരെ കർത്താവ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അനേകർ ഇന്നും പ്രതികൂലമായി നിന്നവരും ഉപദേശിമാരെ അടിച്ചവരും തൊഴിച്ചവരും ഓട്ടിച്ചവരൊക്കെ ഇപ്പോൾ പാസ്റ്റർമാരായി പ്രാർത്ഥിച്ച് ജീവിതം അനുഗ്രഹമായ നിലയിൽ മെച്ചപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സത്യം പലർക്കും അറിയില്ല. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ഇന്നെങ്കിലും ഹല്ലേലൂയ, ഇനിയെങ്കിലും പ്രൈസലാമേ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തെ ശ്രമിച്ച് കേട്ട് ദൈവികമായ രീതിയിൽ പോകുന്നതാണ് നിനക്ക് നല്ലത്. സ്വർഗം സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠമായിരിക്കുന്നു.
ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം സൃഷ്ടികർത്താവാണ്. നീ കളിക്കുന്നത് സൃഷ്ടികർത്താവിനോടാണ്. ഒരുപക്ഷെ ദൈവം നിന്നെ തൊടാത്തത് നിന്റെ അജ്ഞത അല്ലെങ്കിൽ നിന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് ദൈവം നിന്നെ ഇപ്പോഴും തൊടാത്തത്. എന്നാൽ നീ സുവിശേഷത്തായി വിരോധം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവം തൊടും. പലരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഇന്നും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചിലപ്പം വിചാരിക്കും ദൈവത്തിൻ്റെ ശാന്തമായ അനുഭവം ഇരിക്കുന്നതുകൊണ്ട് ദൈവവും ഇല്ലെന്നായിരിക്കും. സിംഹം, ഉറങ്ങുന്ന സിംഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം എഴുന്നേറ്റാൽ ശത്രു ചിതറിപ്പോകും. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറിപ്പോകുന്നതാണ്. ചിതറി ഓടുന്നത് 7 വഴിയെ ഓടുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളെ നിർണയിക്കുന്ന ആരാണ്? മനുഷ്യനാണോ? അല്ല, ദൈവമാണ്. ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. ഒരു ഗ്രേസലാമി ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ദൈവം ഒരിക്കൽ ശിക്ഷാവിധി വെച്ചിരുന്നതാണ്. ആ ദൈവത്തെ അറിയുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്. യേശു രക്ഷകനാണെങ്കിലും അവൻ ശിക്ഷിക്കുന്ന ദൈവവും കൂടെയാണ്. ദൈവത്തിൻ്റെ അതിമനോഹരമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്ത് ജീവിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. നീ ആരുമായിക്കോട്ടെ, മതം മാറണ്ട, പേര് മാറ്റണ്ട, അഡ്രസ്സ് മാറ്റണ്ട, ഒന്നും വേണ്ട. മതം മാറ്റിയിട്ടൊന്നും വലിയ കാര്യമില്ല. പലരും പറയുന്നു ക്രിസ്തീയ പ്രവർത്തനങ്ങൾ മതം മാറ്റുകയാണ്. മതമൊന്നും മാറിയിട്ട് കാര്യമില്ല, യാതൊരു അർത്ഥവുമില്ല. പക്ഷേ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ടെങ്കിൽ മതമൊന്നും മാറണ്ട. മതമാറ്റം ഇന്ത്യയിലില്ല. പലരും പലവിധമായ മതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ആത്മീയ പ്രവർത്തനം മതപ്രവർത്തനമല്ല. ഇത് മതത്തിൻ്റെ ഉപദേശമല്ല, ഇത് ആത്മീയ ജീവിതത്തിൻ്റെ ഉപദേശമാണ്. ക്രിസ്തു പഠിപ്പിച്ചത് മത ഉപദേശമല്ല. ആത്മാവിൻ്റെ വിടുതലും ആത്മാവിൻ്റെ സന്തോഷവും നിത്യതയുടെ തുടക്കവും നിത്യതയിൽ എത്തുന്നതിന് വേണ്ടിയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മീയ മണ്ഡലത്തിൻ്റെ ആഴമായ ചിന്തകളെ ഗ്രഹിക്കുന്നവർക്ക് വേണ്ടി രക്ഷയുടെ നിർണയം തുറന്നു കാട്ടിക്കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് ദൈവ ആലോചന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അനേകർ കഴിഞ്ഞ നാളുകൾ മതം മാറിയവരെല്ലാം ഭൂമിയിലുണ്ടോ? എത്ര ആയിരങ്ങൾ മരിച്ചുപോയി. ഹല്ലേലൂയ. എന്നാൽ ഒരുവന്റെ ഹൃദയത്തിൽ ആത്മാവുണ്ട്. ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? മതം മാറിയത് കൊണ്ട് ആത്മാവിന് രക്ഷയില്ല. രക്ഷ മതമാറ്റത്തിൽ കൂടെയല്ല, യേശുവിനെ വിശ്വാസത്തിൽ കൂടെയാണ് രക്ഷ ഉണ്ടാകുന്നത്. അന്നും ഇന്നും സുവിശേഷത്തിന് എതിരുകളുണ്ട്. എന്നാൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം നമുക്കാര്? ദൈവത്തിൻ്റെ അനുകൂലമായൊരു കരം നമുക്ക് ചലിക്കും. സുവിശേഷത്തിന് ചലിക്കും. ദൈവദാസന്മാർക്ക് വേണ്ടി ചലിക്കും. ദൈവമക്കൾക്ക് വേണ്ടി ചലിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നവർക്ക് വേണ്ടി, ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹം ഒരുക്കിയിട്ടുണ്ട്. ഇത് വാക്ക് പറഞ്ഞ ദൈവമാണ്. ദൈവം പോഷ്ക്ക് പറയില്ല. അവൻ ആരോടും കടക്കാരനല്ല. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ആർക്കും പ്രതികൂലമായി വീഴാതിരിക്കാൻ ഈ സുവിശേഷ പ്രവർത്തനം വിരോധമായി നിൽക്കരുതേ എന്നാണ് ഇപ്പോഴത്തെ സന്ദേശം ഞാൻ അറിയിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവം
തേജസ്സിൻ്റെ ദൈവം, ഉയർത്തെഴുന്നേറ്റ ദൈവം, വാക്ക് മാറാത്ത ദൈവം, ആയുസ്സിനെ നൽകുന്ന ദൈവം, പരിശുദ്ധമേ വഴികളെ അനുഗ്രഹമായി നടത്തുന്ന ദൈവം, പരിശുദ്ധമേ ഹല്ലേലൂയ, എല്ലാവരെയും ഒരുപോലെ പോറ്റുന്ന ദൈവം, ശത്രുവിനെ വിശ്വാസികളെ, ദൈവവിശ്വാസികളെ, അവിശ്വാസികളെ, പരിശുദ്ധമേ നിരേശ്വരവാദികളെ, പരിശുദ്ധം എല്ലാവരെയും പരിശുദ്ധമേ ഒരുപോലെ പോറ്റുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. യേശു പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാതെ വേറെ ആടുകൾ എനിക്കുണ്ട്, അവരെ ഞാൻ പുലർത്തേണ്ടതാകുന്നു. ഈ തൊഴുത്തിൽ അല്ലാതെ വേറെ ആടുകളുണ്ടെന്നാണ്. ആടിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. തൊഴുത്തിലുള്ളത് ദൈവ വിശ്വാസികൾ, തൊഴുത്തിലല്ലാത്ത വിശ്വാസികളല്ലാത്തവർ, അവരെ ഞാൻ പോറ്റേണ്ടതാകുന്നു പറയുന്നു. ദൈവത്തിന് വചനം പറയുന്നു, ഹല്ലേലൂയ, നീതിമാന്റെ മേളിലും നീതി കെട്ടവന്റെ മേളിൽ ഞാൻ മഴ പെയ്യിപ്പിക്കുകയും സൂര്യൻ ഒരുപ്പിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഈ വചനത്തിൽ മനസ്സിലാക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്, സൃഷ്ടികർത്താവ്. നീ സൃഷ്ടികർത്താവിനോടാണോ വാദിക്കുന്നത്? ഉടയവൻ്റെ അന്നം വയറ്റിലിട്ടുകൊണ്ട്, ഉടയവൻ്റെ ആഹാരം വയറ്റിലിട്ടുകൊണ്ട്, ഉടയൻ തന്നിരിക്കുന്ന ആയുസ് തന്നിരിക്കുന്നത്, നീ ആ ഉടയനെതിരായി നീ സംസാരിക്കുന്നെങ്കിൽ പാണിപാളും. അതുകൊണ്ട് മടങ്ങി വന്ന് ദൈവോത്സവം യഥാസ്ഥാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുക. അതല്ല പ്രൈസലാമേ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട, എതിരായി നിൽക്കാതിരുന്നാൽ മതി. എതിരായി നിന്ന പണിപാടും. പ്രൈസലാമേ, അനേകർ പ്രൈസലാമേ അടിക്കും, തൊഴിക്കും, ഇടിക്കും, കൊല്ലും ഒക്കെ ഭീഷണിപ്പെടുത്തി അനേക നൂറ്റാണ്ടുകളിലുണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഇവിടുന്നിപ്പം ഭൂമിയിലില്ല. എന്നാൽ പ്രൈസലാമേ ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു, അന്നും ഇന്നും ഒരുപോലെ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവ്. ദൈവത്തിന് മരണമില്ല, ദൈവം ഇന്നും ഉണർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല. തേജസ്സിൽ വസിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ ഭാഗ്യം വേണം. പ്രൈസ് ദി. അവൻ ഉന്നതനായ ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, ശക്തീകരിക്കുന്ന ദൈവമാണ്, ശാവാറായ ശേഷിപ്പുകളെ ജീവിപ്പിക്കുമാറാക്കുന്ന ദൈവമാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, വ്യവസ്ഥകൾക്ക് അപ്പുറമായി ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അടങ്ങിയിരിക്കില്ല. സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, അതാണ് ദൈവവചനമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ഇരുതൽ മുറിച്ച് ഏത് വാളിനേക്കാൾ മുറിച്ചേറിയതാണ്. ദൈവത്തിൻ്റെ വചനം ഇരുതൽ മുറിച്ചുള്ള ഏത് വാളിനേക്കാൾ മുറിച്ചേറിയതാണ്. വചന വാളാണ്, മുറിച്ചേറിയതാണ്. വചനത്തിന് അനുകൂലമായി നിന്നാൽ പ്രൈസ് ദി ലോർഡ് നിനക്ക് വെട്ടുകയില്ല. വചന വാൾ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ വാള് പ്രൈസ് ദി ലോർഡ് സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നെങ്കിൽ ഈ വാള് നേരെ പിടിച്ച് രണ്ട് സൈഡിലും മുറിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈശയിൽ അവിടെ ഇവിടെ മുറിയും. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷം, മിന്നുന്ന സുവിശേഷം, തിളങ്ങുന്ന സുവിശേഷം, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം, മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സുവിശേഷം, മനുഷ്യനെ ഹല്ലേലൂയ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ദൈവീയ വഴികളെ പഠിപ്പിക്കുന്ന സുവിശേഷം, സ്നേഹിക്കുന്ന സുവിശേഷം, സ്നേഹം പഠിപ്പിക്കുന്ന സുവിശേഷം, മനുഷ്യനെ മനുഷ്യനെ കാണണമെന്ന് പഠിപ്പിക്കുന്ന സുവിശേഷം. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന സുവിശേഷം, മനുഷ്യനെ ഹല്ലേലൂയ ഉപദ്രവിക്കല്ലും എന്ന് പഠിപ്പിക്കുന്ന സുവിശേഷം. ഇതാണ് ജീവിതത്തിൻ്റെ മേഖലകളിൽ പഠിക്കേണ്ട ഒരു വലിയ മർമ്മമാണ് ദൈവസന്ദേശം. അതുകൊണ്ട് കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവം വരാറായി. ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതാണ്. നിൻ്റെയും ജീവിതത്തിൽ വെളിപ്പെടേണ്ടതാണ്. ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കരുണാസമ്പന്നനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കരുണാസമ്പന്നനായ ദൈവം നമ്മെ വിടുവിക്കും. കരുണാസമ്പന്നനായ ദൈവം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്.
നമ്മുടെ ശാശ്വതമായ ഭുജത്തിൽ മറയ്ക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമേ, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ വചനം സമർപ്പിക്കുന്നു. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അനുഗ്രഹിക്കുന്ന ദൈവം വചനമായി ചുടിവിക്കുന്ന ഈ വചനം കേൾക്കുന്നുണ്ട് ഹൃദയത്തിൽ വലിയ വിടുതലും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സ്വർഗീയ അൻപുള്ള പിതാവേ, ആമേൻ. ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുമ്പോൾ ലൈക്ക് അടിക്കേണ്ടവർ ലൈക്ക് അടിക്കുകയും സബ് ചെയ്യേണ്ടവർ സബ് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യേണ്ടവർ ഷെയർ ചെയ്യുകയും ചെയ്യുക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.